എംപിയും നടനുമായ സുരേഷ് ഗോപിയുടെ 4 മക്കളിൽ 2 പേർ അച്ഛൻ്റെ വഴിയെ സിനിമയിൽ എത്തിക്കഴിഞ്ഞു. 2 പെൺമക്കളാകട്ടെ അച്ഛൻ്റെ സിനിമകളുടെ പിന്നണിയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 1 വർഷം മുമ്പായിരുന്നു നടന്റെ മൂത്ത മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം. ആഡംബരപൂർവ്വം നടന്ന വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി വരെ എത്തിയിരുന്നു. സുരേഷ് ഗോപിയുടെ മക്കളിൽ ഏറ്റവും ഇളയയാളാണ് മാധവ് സുരേഷ്. കുമ്മാട്ടിക്കളി എന്ന സിനിമയിലൂടെ അഭിനയത്തിലേക്ക് അരങ്ങേറിയ മാധവിൻ്റെ റിലീസിന് തയ്യാറെടുക്കുന്ന ഏറ്റവും പുതിയ സിനിമ അച്ഛൻ സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രമാകുന്ന JSK ആണ്. സിനിമയുടെ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ ദിവസം ഗ്രാൻഡായി നടന്നിരുന്നു. ചടങ്ങിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നതും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നതും. ചടങ്ങിൽ ട്രെയിലർ പ്രദർശിപ്പിക്കുന്നതിനിടെ അച്ഛൻ സുരേഷ് ഗോപിയുടെ പിറകിൽ ഇരുന്ന മാധവ് ഉടനെ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് സുരേഷ് ഗോപിയുടെ അരികിലായി നിലത്തി വന്നിരുന്നാണ് ട്രെയിലർ കണ്ടത്. മാധവിൻ്റെ ഈ പ്രവൃത്തിയാണ് വിമർശനത്തിന് കാരണമായത്. ലാളിത്യവും വിനയവും കാണിക്കാൻ താരപുത്രൻ മനഃപൂർവ്വം നിലത്ത് വന്നിരുന്നതെന്നാണ് ഒരു വിഭാഗം ആളുകൾ വിമർശിച്ചത്. ചടങ്ങിലെ മാധവിൻ്റെ പ്രസംഗവും വിമർശനത്തിന് കാരണമാകുന്നുണ്ട്. ഫാമിലി മുഴുവൻ ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. മൂത്ത മകൻ ഗോകുലാണ് തമ്മിൽ ഭേദം. ക്യാമറ ഓൺ ആണെന്ന് അറിഞ്ഞാൽ മാത്രം വിനയം വരുന്ന ഫാമിലി. എന്ത് പ്രഹസനമാണ് സജി എന്ന ഡയലോഗ് ഓർമ്മ വന്നുപോയി. ആൾക്കാരെ കാണിക്കാനാണേലും നല്ല ഓവറാകുന്നുണ്ട്. ക്യാമറ കാണുമ്പോൾ മാത്രം വരുന്ന അനുസരണ മനോഭാവം കിടിലം തന്നെ. കാണിക്കാൻ ചെയ്തതാണേൽ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ശരി, നീ നല്ല ഒരു മകനാണ്, അപ്രൂവ്ഡ് എന്നിങ്ങനെയാണ് വിമർശിച്ചു വന്ന കമൻറ്റുകൾ. അതേസമയം ചിലർ അനുകൂലിച്ചുമെത്തി. ഇതിൽ ഇത്ര നെഗറ്റീവ് പറയാൻ മാത്രം എന്താണുള്ളത്? മുന്നിലിരിക്കുന്ന ആളുടെ പൊക്കം കാരണം പിറകിലിരിക്കുന്ന ആൾക്ക് സ്റ്റേജിൽ നടക്കുന്നത് നേരെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അയാൾ ഇറങ്ങി നിലത്തിരുന്നു. ഇതിൽ എന്താണ് ജാട? സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമാണ് പലർക്കും വെറുപ്പ്. ആ വെറുപ്പ് കൂടിക്കൂടി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ മറ്റു വ്യക്തികളിലേക്കും പടർന്നിട്ടുണ്ട്. വീഡിയോ കാണാൻ പറ്റുന്നില്ലെന്ന് മാധവ് പറയുന്നത് കൃത്യമായി മനസ്സിലാകുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് വെറുപ്പ് പ്രകടിപ്പിക്കുന്നതെന്നും കമൻറ്റുകളുണ്ട്. മാധവിൻ്റെ പ്രസംഗവും വിമർശനത്തിനും ട്രോളുകൾക്കും വഴിവെച്ചിട്ടുണ്ട്. പ്രേക്ഷകരാണ് എൻ്റെ അച്ഛനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കിയത്. അവർ തീരുമാനിച്ചാൽ എന്നെങ്കിലും ഒരിക്കൽ ഞാനും ഒരു സൂപ്പർ താരം ആയേക്കും എന്നാണ് ചടങ്ങിൽ സംസാരിക്കവേ മാധവ് പറഞ്ഞത്. അതും വിമർശനത്തിന് കാരണമായി. അതൊരിക്കൽ പ്രേക്ഷകർക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്നും പ്രേക്ഷകർക്ക് അബദ്ധം പറ്റില്ലെന്നുമാണ് കമൻറ്റുകൾ വന്നത്. അനുപമ പരമേശ്വരനാണ് ചിത്രത്തിൽ നായിക. മാധവ് ആദ്യമായാണ് സുരേഷ് ഗോപിക്കൊപ്പം അഭിനയിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അനുപമയുടെ മലയാളം സിനിമ റിലീസിനെത്തുന്നത്. അവസാനം റിലീസ് ചെയ്ത നടിയുടെ സിനിമ കുറുപ്പാണ്. പിന്നീട് തമിഴിലും തെലുങ്കിലുമാണ് അനുപമയ്ക്ക് ഏറെയും അവസരങ്ങൾ ലഭിച്ചത്. ട്രോളുകൾ നിരന്തരമായി ലഭിക്കുന്നതിനെക്കുറിച്ച് അനുപമയും ചടങ്ങിൽ സംസാരിച്ചിരുന്നു. അത് പിന്നെ അച്ഛൻ ആരാ? പിന്നെ മോനെ പറയണോ?